പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു തക്കാളി കറി കേട്ടോ. ചിലപ്പോഴൊക്കെ നമുക്ക് കറിയൊക്കെ വെക്കാൻ സമയമില്ല, അല്ലെങ്കിൽ കറി വെക്കാൻ ചിലപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ചോറിനൊക്കെ പറ്റിയൊരു കറിയാണ് ഒരു തക്കാളി കറി കേട്ടോ. എളുപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 3-4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു. കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ച് കേട്ടോ ഇട്ട് കൊടുക്കണം. പിന്നെ ഇളക്കി നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഒന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും. പിന്നെ ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതി മതി, ഒരുപാട് തേങ്ങ വേണ്ട. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒരു പിഞ്ച് ജീരകം കേട്ടോ, ചെറിയ ജീരകം അതും. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 1-2 ചെറിയ ഉള്ളി, ഞാനൊരു ചെറിയ കഷ്ണം സവാളയുടെ ചെറിയ പീസ് ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ട് നമുക്ക് നരച്ചെടുക്കണം. മോരുകറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ നരച്ചെടുത്ത് ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഇവിടെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേ ജാരത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഒന്ന് അടച്ചു വെക്കാം 2 മിനിറ്റ് കേട്ടോ. അതുകൊണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഈ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയൊന്ന് പറ്റി വരും. നല്ല ടേസ്റ്റുള്ള തക്കാളിക്കറി കേട്ടോ. നമുക്ക് ചോറിനായാലും ദോശയ്ക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇനി അരപ്പും തക്കാളിക്ക് നന്നായിട്ട് തിളച്ചൊന്ന് പറ്റി വരാൻ നമുക്ക് 2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു തക്കാളിക്കറി തയ്യാറായിട്ടോ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.